ഹലോ ഗേൾസ്, ഐ എം ഹിയർ ദി ഹേയ് ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മളപ്പോൾ വേറെ ആരുമില്ല, നമ്മൾ ഒറ്റക്കാണ് ഗേൾസ്. ഇന്ന് മ്യൂസിക്കൽ ചെയേഴ്സാണ്, കസാലക്കളി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നമ്മളിപ്പോൾ ഇവിടെ ആരുമില്ല, നമ്മൾ ഒറ്റക്ക് കളിച്ച് പൊരുതി ജയിക്കാൻ പോവാണ്. അപ്പോൾ കളി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. നമുക്ക് നേരം കളിച്ചൊക്കെ ഗേൾസ്, കളിച്ചാൽ മനസ്സിലാവുമായിരിക്കും. വെറുതെ ഫ്രീ ആയിട്ട് റെയിൻബോ ഒക്കെ ഉണ്ട്. നമ്മൾ കളിച്ചു നോക്കാം. ന്യൂബിയാണ് നമ്മൾ, ന്യൂബി. ഈ കളി ഇപ്പം എങ്ങനെ കഴിയുക? ഗസ് ഗെറ്റ് ഔട്ട്, ഓ റൺ. അവിടെ പോയിരുന്ന് ഇപ്പം എങ്ങനെ കളിക്കൽ? എനിക്കും കളിക്കണോ ഗസ്? ഈ റൗണ്ട് കഴിയണം, ഈ റൗണ്ട് കഴിയാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ തന്നെ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളൊരു ലുക്ക്, ഇവരിത് കസാലക്കളി ഇന്ന് കഴിയുമോ? അടുത്തവൻ ഔട്ടുണ്ട്. രസമുണ്ട് കണ്ടിരിക്കുക. എല്ലാവരും ന്യൂബിയ. അടിയിൽ ഓരോ പേരുണ്ടാവും കേട്ടോ, നമ്മളെ പേര് അടിയിൽ എഴുതിയിട്ടുണ്ടാവും. കളി ഇങ്ങനെ നമുക്ക് വൈബാക്കാം. കളിയും കണ്ടിരിക്കുക. ഇതെന്താ ദൂരത്തോടിയിട്ട് എങ്ങനെയാണ് അവിടെ ഇരിക്കല് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓടിപ്പോവാ, അവിടെ കണ്ടിരിക്കുക. അതാ അവൻ ഔട്ട്. അയ്യോ, ലാസ്റ്റ് രണ്ടാളാവാൻ കാത്തൊക്കെയാണ് ഗൈസ്. നമുക്ക് എന്തായാലും കഴിയണവരെ വെയിറ്റ് ചെയ്യാം. അല്ലാതെ എന്താ ചെയ്യുക? അടുത്തവൻ ഔട്ട്. ഗൈസ്, ഇത് ഭയങ്കര രസമാണ് കേട്ടോ കളി കാണാനും. നീ കളിക്കുമ്പോഴാണ് പണികളൊക്കെ വരിക. നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ പോവാണ്, അപ്പോൾ ജയിക്കുമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുഷ് നമുക്ക് നോക്കാം. അങ്ങനെ പറ, റോബോക്സ് എടുക്കണല്ലേ? എന്താ പുഷിന് റോബോക്സ് കൊടുത്താൽ നമുക്ക് ലക്കാണ്. നമ്മൾ ഇരിക്കാൻ പോകുമ്പോൾ മുമ്പുള്ള ആൾക്കാരൊക്കെ എന്താ ജസ്റ്റ് 3 ആൾക്കാർ 3 കസാലി. അപ്പോൾ ഇതിന് ഔട്ട് ആവില്ലല്ലോ. 4 ആൾക്കാരല്ലേ? അപ്പം റെഡിയാ 4 ആൾക്കാർ 3 കസാലിയാണ്. ഓടോടോടോടോ, ആരെത്തും? നീ ഔട്ടടാ സ്റ്റാറാറെ. ഇനി 2 കസാലയും 3 പേരും. ടൺ 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 ടൺ. ഇതിൽ ഔട്ടാവുന്ന ആള് തേർഡ്. ഇനി തേർഡിന് വേണ്ടിയുള്ള പോരാട്ടം. ടൺ 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 എന്നുള്ള രീതിയിൽ നടക്കുകയാണ്. അടന്നു ഓടിക്കോ. ഇനി ആണും പെണ്ണും തമ്മിലുള്ള പോരാട്ടം. തന്നെ ഗസ്, ഒരു കസാലയും 2 പേരും. ഞാൻ കാര്യം പറയട്ടെ, ആരെ മുമ്പ് നിന്നാണോ അങ്ങനെ ഇല്ലല്ലേ? അപ്പോൾ ഇത് പൊളിയാകും. കണ്ടോളി ഗസ്, ഇത് കണ്ടോളി ആര് ജയിക്കുമെന്ന്. ഞാൻ പറഞ്ഞ ആ പെണ്ണ് ജയിക്കുന്നു. കണ്ടോളി, ആ പെണ്ണിന് എടുത്താണ്. ഡിഫറൻസ് ഉണ്ടല്ലേ? അപ്പം നമുക്ക് എന്തായാലും കളിക്കാം. മാറ്റിക്ക്, ഞാനും ഉണ്ട് ഇനി കളിക്കാൻ. റോക്കറ്റ് അരേന ടവറൊന്നും വേണ്ട, സാധാ മതി. ഒരു ഹൗസ് അല്ല 1 ചെയർ. വേണ്ട 1 ചെയർ വേണ്ട. പെടും ഗൈസ്. 1 ചെയർ ആണെങ്കിൽ 1 ചെയർ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. കസാലയുടെ മേലെ ഗൈസ്, കസാല മേലെയാണ്. കയ്യൂല്, ഞാൻ ഔട്ടാവും ഫസ്റ്റ് തന്നെ. കസാല മേലോടാണ്. നിർത്ത്, പാട്ട് റൺ. ടൺ 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 ടൺ. നമ്മളിരുന്നുണ്ട്. എൻ്റെ ബാക്കിലൊരു വയസ്സ് പാപ്പ ഉണ്ടായിരുന്നു. വയസ്സ് പാപ്പല്ല, ഒരു പെണ്ണാലേ. ഗൈസ്, ഔട്ടായിട്ട് ഒരുത്തൻ ഔട്ടായിട്ട്. അപ്പോൾ കളി ഇങ്ങനെ ഇവിടെ ഇട്ടാ ഇത് കുറച്ച് പണിയാണ്. ഇവിടെ നിന്നൊക്കെ പാട്ട് നിന്നാൽ ഓടി എത്തുമ്പോൾ തന്നെ ടൈം കുറേ ആവും. എന്നാൽ നമ്മൾ ട്രൈ ചെയ്യും ഗൈസ്. എവർ ട്രൈ നെവർ ഫെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് തന്നെ ജയിക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. ഇവളെങ്കാട്ടി മുമ്പ് എത്തിയാൽ നമുക്ക് അവിടെ വിന്ന് ഉറപ്പാണ്. ഗൈസ്, പെട്ട് ഞാനുണ്ട്. എനിക്ക് ആദ്യം ഉറപ്പാണ് ഗൈസ്. പോയി ഞാനാണ് അയൻത്ത്. കണ്ടോളി, അടുത്ത കളിൻ്റെ ഈഗോ ആണ്. ഈഗോ ഇന്ന ഔട്ടാക്കിയ ബാക്ക് ഇങ്ങോട്ട് വരട്ടെ. ആറാൻ പറഞ്ഞാണ് ഓനെന്ത് ഇന്ന ഔട്ടാക്കി. ഇവനെന്നെ ഈ സ്റ്റാർ. ഇവനെ ഞാൻ അടുത്ത കളി ഔട്ടാക്കും. അല്ല, ഇവനെങ്കാട്ടി മുമ്പ്, ഇവൻ തോൽക്കണേ മുമ്പ് ഇവൻ 9th ആണെങ്കിൽ ഞാൻ 8th ആവും. അതോ ഉദ്ദേശിച്ചു അടുത്ത കളി. കണ്ടോളി, ഈഗോണ്. അടുത്ത ആൾ ഔട്ടുണ്ട്. സ്റ്റാർ ഔട്ടാണോ? ഈ സ്റ്റാറിൻ്റെ ഒപ്പം പോവാം. സ്റ്റാർ ഔട്ട് റൗണ്ട് കാണാമല്ലോ.
അയ്യോ വേണം ഇവിടെ എന്നാലും മതിയല്ലോ സ്റ്റാർ ആരൗട്ടായാലോ ഗസ് എനിക്ക് ഉറപ്പാണ് എനിക്ക് സ്റ്റാറിന് ഔട്ടാക്കണം അടുത്ത കളി ഞാൻ പിടിക്കും കളി എന്താ മനസ്സിലായി വരുന്നേ ഉള്ളേനു അതുകൊണ്ട് നിങ്ങളെല്ലാം രക്ഷപ്പെട്ട് കേട്ടാ ചൂസ് മാപ്പ് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ലല്ലേ അതിനും വേണമല്ലേ ഇത് പൈസ ആരോട്ടെ സ്റ്റാറാണോ നോക്കട്ടെ തഫ സ്റ്റാർ എങ്ങനെയുള്ള ഔട്ടാണ് സ്റ്റാർ കളി ജയിക്കരുത് ഇതാണ് ഫുൾ നെയിം ഇവൻ്റെ സ്റ്റാർ സ്റ്റാർ ജയിക്കരുത് നീ കയറി കയ്യും നിന്നെ കൊണ്ട് കയ്യും കയറി സ്റ്റാർ ജയിക്കരുത് അത്രേ ഉള്ളൂ ആരാണത് ഇങ്ങോട്ട് പോട്ടെ സ്റ്റാർ ഞാൻ ഔട്ടായി വിചാരിച്ച് എന്നാലും സ്റ്റാർ ഈ കളി ഔട്ടാവും കണ്ടോണ്ട് ഈ റൗണ്ട് സ്റ്റാർ ഔട്ട് ഓൻ ചാടിയാണ്ട് കയറുന്നേ ഇവിടെ ഔട്ട് ഗൈസ് ആ പെണ്ണാവും ഔട്ട് സ്റ്റാറിൽ ഔട്ട് കളിയിൽ സ്റ്റാർ ഉണ്ട് ഇനി 3 ആൾക്കാർ മാത്രം അല്ലേ അതോ 4 ആൾക്കാരാ 1 2 3 നിന്ന് സ്റ്റാർ ആറില്ല ഗൈസ് രക്ഷപ്പെട്ടു യെസ് സ്റ്റാർ ഔട്ട് എടാ 2 ഞാൻ ഇല്ലട്ടത് സ്റ്റാർ ഇത് സ്ക്രിപ്റ്റഡ് ആണ് സ്റ്റാറിനും വേണ്ടി വിട്ടുകൊടുക്കുക ഈ നേരത്തെ കളി സ്റ്റാർ ഔട്ട് ആവേണ്ടതാണ് ഗൈസ് കമൻറ്റ് ബിലോ സ്റ്റാർ ഔട്ട് ആവേണ്ടതല്ലേ ഇത് 8ാമത്തെ 3 ആൾക്കാരുണ്ട് 3 പ്ലേസ് ലെഫ്റ്റ് ഓക്കെ യെസ് പാട്ടിപ്പോൾ നിൽക്കുന്നതാണ് സ്റ്റാർ കയറിക്കൊണ്ടിരിക്കുന്നു കണ്ടോ സ്റ്റാർ ഔട്ട് ആവണ കണ്ടോ കേട്ടോ നേരിട്ട് കണ്ടോ അതാരോ സ്റ്റാറാണ് അല്ലേ നോക്കിക്കോ ഇതിൽ സ്റ്റാർ ഉണ്ടാ ഇല്ല സ്റ്റാർ അല്ല സ്റ്റാർ ഔട്ട് ഐ വാണ്ട് ദീസ് സ്റ്റാർ ഔട്ട് ഉണ്ട് യെസ് വി ആർ വോൺ 9th ആണ് നമ്മൾ കുഴപ്പമില്ല ഈ കളി നമ്മൾ ഫസ്റ്റ് ആവും ഗൈസ് 1 ST നമ്മളവിടെ കാണും സ്പെഷ്യൽ ചേസ് വൈബല്ലേ സ്പെഷ്യൽ പിടിയടാ നിങ്ങൾ കാർസും സ്കേറ്റിംഗ് ബോർഡും കണ്ടിരുന്നോ സ്പെഷ്യൽ പിടിയടാ അല്ല സ്പെഷ്യൽ അല്ലല്ലേ സ്പൈറൽ അല്ലേ സോറി സ്പൈറൽ പിടിയടാ ആണെങ്കിൽ സ്കേറ്റിംഗ് ഷൂസ് പെട്ട് ഇത് വൻ പണിയാവും എനിക്ക് ഓടണം ഞാൻ ഓക്കെയാണ് ആരൗട്ട് സ്റ്റാർ ഔട്ട് ഇപ്പം തന്നെ ഔട്ടായി ഐ വാണ്ട് ഓൺലി ദീസ് സ്റ്റാർ ഇപ്പം തന്നെ ഔട്ടായിട്ടുണ്ട് എനിക്കത് മതി സ്റ്റാറിനെക്കാട്ടി മുമ്പ് എത്തിയാൽ മതി അടിക്കല്ലേ എപ്പോഴൊന്നും അടിക്കല്ലേ ഞാൻ ഓടെത്തിയിട്ട് മതി ഇപ്പം തന്നെ പാട്ട് നിർത്തല്ലേ പ്ലീസ് നിർത്തി പോണ്ടോരോ ഞാൻ പഠിക്കുന്നുണ്ട് ഓടി അവിടുന്ന് ആരൗട്ട് ഓ ഐസത്തി ഔട്ടായി ഐസത്തി അല്ലല്ലേ നിർത്തി പാട്ട് നിർത്തി ഇപ്പം പാട്ട് നിർത്തി ഇനി ഞാൻ അവിടെ എത്തുമ്പോഴുണ്ടാവും പാട്ട് നിർത്തുന്നത് ഒരു ഉപകാരവും ഇല്ലാത്ത വാഹനങ്ങൾ അവിടെ ഒക്കെ നിർത്തും എനിക്ക് ഉറപ്പാണ് ഞാൻ വിടാം അമ്മേച്ചി എല്ലാവരും യെസ് ഇക്കളി ഞാൻ 9th മേലെത്തും കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഈഗോ ആണ് കാരണം ഇപ്പം തന്നെ 9th കഴിഞ്ഞല്ലോ ഇപ്പോൾ പാട്ട് നിർത്തും കണ്ടോളി ഞാൻ പെടാനും വേണ്ടിയാണ് ഇവിടുന്നൊക്കെ നിർത്തുന്നത് ഇതിങ്കിളാ ഞാൻ ആദ്യം ഉറപ്പിച്ചാ പിന്നെ ഞാൻ വിട്ടിട്ടില്ല ഗൈസ് സ്റ്റാറാണ് ഫസ്റ്റ് ഔട്ടായത് ബാക്ക് താമസം മാറ്റില്ലിട്ടാ അവിടെ ഇപ്പോഴും നിർത്തി പാട്ടിർത്തി ഇനി ഞാനായിട്ട് അവിടെ എത്തുമ്പോഴൊക്കെ ആവും നിർത്തുന്നത് എന്നിട്ട് എനിക്ക് കായല ഗൈസ് ഈ കളിയിലാവും ഞാൻ ഔട്ടാകുമ്പോൾ 7th or 8th ആവും ഞാൻ പാട്ടിർത്തി ഗുഡ് ഇവിടെയാണ്ട് ഓടിയാ ഓടുന്നു ഇവൾക്ക് എപ്പോഴും ഞാൻ ഇരിക്കണ സീറ്റിൽ തന്നെ വേണം റമ്പി പെൺവീറിന ആ ബാക്കത്തെ കസാല മാറ്റി ഗൈസ് പെട്ട് ഞാൻ ഇവിടുന്നൊക്കെ ആവും ഞാൻ ഇവിടെ ആവുമ്പോൾ പാട്ടിപ്പോൾ നിൽക്കും ഓർക്ക് സുഖമായിട്ട് വരാം അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്കിപ്പോഴും ടഫാണ് ഗൈസ് അവിടെ എത്താൻ ഇപ്പം നിർത്ത് ഇപ്പോൾ ഓർക്ക് സുഖം ബാഗുള്ളവർക്ക് അവിടെ നിർത്തടാ പാട്ട് നിർത്തല്ലേ ഓടി ഇവിടെ ഞാനിരുന്ന് ഓ ഗൈസ് യാദ്വാജി ഞാനാണ് നിന്നെ ഔട്ടാക്കിയത് ഇറ്റ്സ് മൈ പ്രോബ്സ് എടാ പേടിയാവണേ 4 ദിവസം മീൻസ് 5th ആവും എനിക്ക് തോറ്റാ കിട്ടുക എനിക്കിവിടെ വേണം ഞാൻ ഇവിടെ ടാർഗറ്റ് വെച്ചിരിക്കണേ ഓ ഗൈസ് ഓൾ ഔട്ട്
അപ്പോൾ ഇനി തേർഡിനുള്ളതല്ല, ഫോർത്തിനുള്ള പോരാട്ടം. അടുത്ത ഈ കളി ജയിച്ചാൽ തേർഡിനുള്ള പോരാട്ടം. ഗൈസ് നിങ്ങൾക്ക് ഫോർത്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. വേറെ ഒന്നും കൊണ്ടില്ല. കഴിഞ്ഞ കളി 9th, ഈ കളി തേർഡ് വരുമ്പോൾ തന്നെ വലിയ കാര്യമാണ്. എങ്കിലും ഞാൻ നടുത്തങ്ങ് എടുക്കുകയാണ്. സോറിടാ ബ്രോടാ മോനേടാ. ഇറ്റ്സ് തേർഡ് ഗൈസ്, വി ആർ ഇൻ തേർഡ്. ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. നമ്മൾ തോറ്റാലും കേട്ടില്ല, ആ ടോപ്പ് 3 ആണ്. തേർഡ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോഴൊക്കെ നിർത്തിയാൽ ഓർക്ക് വൻ ലക്കാണ്. ടോപ്പ് 3 എത്തിയിട്ടുണ്ട്, അതിന് വലിയ കാര്യം. അവിടെ നിർത്തല്ലേ. എവിടെ എത്തുമ്പോൾ നിർത്തിയാൽ നമ്മൾ വിടും. തേർഡ് അവിടെ വരെ എത്താനാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് എത്താറയാ. മതി ഞാൻ ആരാ സ്പെക്കറ്റ് നോക്കി കളി കാണുന്നവരെ. ഓക്കെ അടുത്ത കളി നമ്മൾ വിന്നാണ്. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. നമ്മൾ തേർഡ് വരെ എത്താറാണെങ്കിൽ ബാക്കി നമുക്ക് എത്താറയാ. അത്രേ ഉള്ളൂ. മൗണ്ടെയിൻ മതി നമുക്ക്. ഇനി മൗണ്ടെയിൻ ആണാണ് അല്ല സ്പൈറൽ ഇത് ഞാൻ കഴിഞ്ഞ കളി അപ്പോഴേ സ്പൈറൽ എടുത്താണ്ട് നിങ്ങളൊന്നും സമ്മതിച്ചില്ല എന്നെ സ്പൈറൽ ജയിക്കാൻ. ഇപ്രാവശ്യം സ്പൈറൽ മതിയടാ. ആണാണ് ഇതീ കളിച്ച് ജയിക്കടാ. കളി അറിയില്ല ഞാൻ വെറുതെ പറഞ്ഞാണ് സ്പൈറൽ വേണ്ട. മേലെ വരെ കയറി പോകണം. ഈ സ്റ്റെപ്പ് അവിടെ ഇപ്പം നിർത്തിയാലൊക്കെ നമ്മൾ പെടൂലേ? ശരിയല്ല ഗൈസ്, ഇപ്പോഴൊക്കെ നിർത്തിയാൽ നമ്മൾ പെടും. നമുക്ക് അവിടെ എത്തുമ്പോൾ ടൈം അവിടെ ഉള്ളവരൊക്കെ പെട്ടിക്കണേ. ഞാൻ പെടും, എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഞാൻ പെടുന്നത് ഗൈസ്. ഇവിടെ തന്നെ ഉണ്ട് ചേസ്, നമ്മളവിടെ വരുന്നുണ്ട്. പോടാ അവിടുന്ന്. അവിടെ ബാലുണ്ട്, പെട്ടെന്ന് പോയിക്കോളി. പെട്ടെന്ന് പോയാൽ കിട്ടും. ഇവിടെ ഏറ്റവും ചേസ് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. താഞ്ചിഞ്ചൻ ഗൈസ് നമ്മൾ തന്നെ വി വിൽ ഓൺലി വോൺ. നിർത്ത് പാട്ടെടുത്ത്. അവിടെ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ബാക്കിലാകുമ്പോൾ നമ്മൾ പെടൂലേ? ഞാൻ എന്താ പറയണേ, ഇപ്പം നിർത്തിയാൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പോഴൊക്കെ പാട്ടെടുത്ത് നമ്മൾ പെടും ഗൈസ്. പറഞ്ഞിട്ടില്ല നിർത്തി കൊണ്ടുവരും. കോലന്മാർ നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചെയർ എനിക്ക് വേണം. പോടാ അവിടെ ഇവിടെ ഇരുന്നോളോ പൊട്ടോ. ഇവിടെ ഇരുന്നോ. റൺവീർ ഇവിടെ ഇരുന്ന്. ആരൗട്ട് നന്ന മേലെ ഇപ്പോൾ ഒരു കസാലും പോലെ ഉണ്ടാവില്ലല്ലോ ഗൈസ്. കളി പെട്ടുകൊണ്ടിരിക്കുക. നേരത്തെ ഞാൻ തേർഡായി, ടോപ്പ് 3 കടന്നു. ടോപ്പ് 3 ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ. എടാ ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ നിന്നൊക്കെ നിർത്തിയാൽ പെടൂലേ? അതാ പറഞ്ഞു, ഇവിടെ നിന്ന് നിർത്തിയാൽ എത്ര ഓടണം പടച്ചോനെ. ഇവിടെ ഞാൻ പറഞ്ഞാലാണ് പ്രശ്നം, പറയുമ്പോൾ തന്നെ നിർത്തുകയാണ്. ഇവിടെ നിന്നൊക്കെ വീണാൽ തന്നെ ഫാവും ഗൈസ്. നമ്മൾ ഇവിടെ ഉണ്ട്. ഓ ഫാ ഗൈസ് വാസ് എലിമിനേറ്റ്. 1 2 3 4 5 ടോപ്പ് 6 ആണോ? ടോപ്പ് 6 എത്തിയിട്ടുണ്ടോ നമ്മൾ ഈ കളിയിൽ. അവിടെ ഇവിടെ നിർത്തിയാൽ വൈബാവൂല്ലേ? ഇവിടെ നിർത്തൂലും കല. ഇവിടെ നിർത്തും. എനിക്ക് തോന്നിയതാണ്, ഞാൻ പെടാൻ വേണ്ടിയുള്ള അടവായിട്ട് വന്നോളൂ. ഞാൻ കഴിഞ്ഞ കളി ടോപ്പ് 3 എത്തിയത് ഈ റോബ്ലോക്സിന് പറ്റിയിട്ടില്ല ഞാൻ തോന്നണേ. നമ്മളാണ് ഏറ്റവും ബാക്കിൽ. പോടാ അവിടുന്ന്. ന്യൂബി അല്ല എന്തോ പേര്, അത് ഞാൻ നോക്കിയില്ല. നോറണോൽ ഒന്നും പറയണ്ട. ലൂ എന്നൊക്കെ ആരെങ്കിലും ഉണ്ട്, MK തോന്നുന്നുണ്ട്. എനിക്കറിയില്ല ഗസ്. ഇപ്പം നിർത്തരുത്. ഇപ്പോഴൊക്കെ അവഞ്ഞ് നിർത്തുക. ഇന്നെ പേടിപ്പിക്കാനും വേണ്ടി ഞാൻ നേരത്തെ ടോപ്പ് 3 എത്തിയോണ്ട് അതിൻ്റെ അസൂയ റോബ്ലോക്സിലുണ്ട്. കണ്ടാ ഒരുത്തനവിടെ കളിക്കണില്ല. ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ജയിക്കുക. അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ അറിയില്ല. ഇവിടെ ഞാണ്ട് ഒന്നും പറയണ്ട. അവിടെ വേനൽക്ക് പോയിക്കോ പൊണ്ണേ, പൊട്ടത്തി കളിക്കണേ ഗൈസ്. നോ അതർവ് പൊട്ടിട്ട് നമ്മൾ ടോപ്പ് 4 അല്ലേ? ടോപ്പ് 4 എത്തിയിട്ടുണ്ട്. ഈ കളി തോറ്റാലും 4th ഗൈസ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞ കളിത്താ തോന്നുന്നുണ്ട്. നമ്മളത്ര തേർഡ്. കാണുമ്പോൾ തന്നെ രോമാഞ്ചം. നമ്മളിനി അവിടെ ഫസ്റ്റ് വരണം. ഈ കളി തന്നെ വരുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ കളിക്കണമെങ്കിലും അത് കഴിയുമെന്ന് എനിക്കിപ്പോൾ തോന്നണില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം നമ്മൾ ടോപ്പ് 3 എത്തും. ഇല്ല ഇവിടെയാണ്ട് നന്ന മേലെ കഴിച്ച് നമ്മൾ നന്ന മേലെ ഇരുന്ന് നന്ന മേലെ പെൺവീറും തോറ്റുണ്ട്. ഇനി തോറ്റാൽ കഴിഞ്ഞ കളി മാതിരി തന്നെ ആവും. ടോപ്പ് 3 കിട്ടും. ഇനി തോറ്റാൽ അവിടെ ഇപ്പോഴൊന്നും നിർത്തല്ലേ പ്ലീസ്. ഇപ്പം നിർത്തിയാൽ റോബ്ലോക്സിന് എന്നെ ഇഷ്ടമില്ല, ഞാൻ സമ്മതിച്ചു തരും. അമ്മാതിരി ഇപ്പം നിർത്തിക്കോ. ഇപ്പം നിർത്തിയാൽ പിന്നെയും കുഴപ്പമില്ല ഗൈസ്. നമ്മളാണിപ്പോൾ ഓർഡിനൽ ഫസ്റ്റ്
അവരുടെ കാര്യം എപ്പോൾ മാറും, എല്ലാതും കളികളാണ്, മാറി മറിയും. ഇറ്റ്സ് ഓ അവിടെ ഞാൻ തേർഡ് വരെ എങ്ങനൊക്കെ എത്തുന്നുണ്ട്. തേർഡ് വരെ അവിടെ എങ്ങനെയൊന്നും ഞാൻ അവിടെ വരെ എത്തണേ, അവിടെ വരെ കഷ്ടിച്ചെത്തും തേർഡ് വരെ. വീണ്ടും ഗൈസ് ആ തേർഡുള്ള പൊസിഷൻ എനിക്ക് തന്നെ സ്വന്തമാവുകയാണ്. ആ തേർഡുള്ള പൊസിഷൻ. ഓ ഗൈസ്, എന്നാലും അത് പാടില്ലായിരുന്നു. തേർഡിനെ അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. എപ്പോഴും തേർഡായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. ഇനി സ്പൈറലല്ല, അത് റെയിൻബോ ആക്കാം. റെയിൻബോ മൺചെയർ വേണ്ട, റെയിൻബോ മൺചെയർ ഹരം ഉണ്ടാവില്ല. റെയിൻബോ ആവും രസം ഉണ്ടാവുക. ഓക്കെ, റെയിൻബോ രസം ഉണ്ടാകുമെന്ന് വിചാരിക്കണം കേട്ടോ ഗൈസ്. ഇതിനിടയിൽ മേലെ ഫ്ലോറില്ലേ, ഞാൻ ഫ്ലോറില്ല വിചാരിച്ച് അവിടെ നിർത്തടാ പാട്ട്. എവിടെ നിർത്തിയാലും ഒരേമാതിരിയാണല്ലോ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും പറയാം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളാണ്ട് പോകുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. സൗണ്ട് കേൾക്കണില്ലല്ലോ. നിർത്തി ചെറുതായിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളുണ്ട് പോനെ, ഇവിടെ നമ്മളുണ്ട്. ഒരാൾക്കിരിക്കുക പൊട്ടത്തി അവിടെ ഇരിക്കേ. അതന്നെ ഗൈസ്, ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. മോനെ കളിയിൽ തന്നെ ഔട്ടായിട്ടുള്ള വിവരം ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഓക്കെ, ഈ കളി എങ്ങനെയെങ്കിലും മേലെത്തണം. മേലെത്തിയാൽ മതി, ബാക്കി ആരും എങ്ങനെയെങ്കിലും നോക്കാം. പക്ഷെ മേലെത്തേണ്ട ലാസ്റ്റത്തെ ആളായിട്ടില്ല, ഫസ്റ്റത്തെ ആളായിട്ട് തന്നെ മേലെത്തണം. അവിടെ മേലെത്തി, ഫസ്റ്റത്തെ ആളായിട്ട് തന്നെ മേലെത്തി ഇരുന്നിട്ടുമുണ്ട്. ഒരാൾ ഔട്ടായിട്ടുമുണ്ട് ഗൈസ്. എല്ലാം ഈ ഔട്ടാവുന്ന ആൾക്ക് അടിയിലാണല്ലോ, ഒന്ന് മേലേക്ക് വരാത്തത് എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. എന്താ മേലേക്ക് വരാത്തത്? കുഴപ്പമില്ല, മേലേക്ക് വരാത്ത നമുക്കറിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. അവിടെ നിർത്തല ഇപ്പോഴും നിർത്തലൊക്കെ വയ്യാടെ കൂടെ പോകേണ്ടി വരും. താഞ്ചിഞ്ചോ ഗൈസ്. ആദ്യമായിട്ട് ഔട്ടായ ആൾ മേലിൽ നിന്ന് തന്നെ അതിൻ്റെ പിന്നെ അടിക്ക് പാറിയതാട്ടോ ഗൈസ്. ടോപ്പ് 5 ടോപ്പ് 4 ആയിട്ട് എത്തി നമ്മൾ. കുഴപ്പമില്ല, ഈ കളി നമുക്ക് ഫോർത്ത് മതി. എനിക്ക് ഫോർത്ത് മതി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കളി തേർഡ് ടീം, അതിൻ്റെ ഇത് ഉള്ളൂ എനിക്ക്. ഞാൻ ഫോർത്തിനും വേണ്ടിയിട്ടാണ് കളിക്കണേ, പക്ഷെ ഞാൻ ഇരുന്നു പോയി ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ കളി ഞാൻ ഔട്ടായിരിക്കും, എൻ്റെ വാക്കാണ്. മീൻസ് ഞാൻ കരുതിക്കുട്ടി ഔട്ടാവില്ല, ഒരിന്നെ ഔട്ടാക്കും. കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യം എനിക്ക് ടോപ്പ് 3 വരെ ഞാൻ എത്തി, തേർഡ് എനിക്ക് കിട്ടൽ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല മോനെ, ഞാൻ ടോപ്പ് 2 വരെ എത്തും. ഈഗോ മാച്ചുകളാ, ഞാൻ ഇത്രക്കും എത്തി. കഴിഞ്ഞ കളിയിലും അതിൻ്റെ മുമ്പത്തെ കളിയിലും ടോപ്പ് 3 എത്തി. ഈ കളി ടോപ്പ് 2 എത്തി. അപ്പോൾ അടുത്ത കളിയാവും എനിക്ക് ഫസ്റ്റ് കിട്ടാൻ സാധ്യത ഉള്ളത്. അടാക്കുള്ള കളി ജസ്റ്റ് മിസ് സെക്കൻഡാണ് കിട്ടിയുള്ളത്. കുഴപ്പമില്ല, ലാസ്റ്റ് റൗണ്ട്. ഈ റൗണ്ട് തോറ്റാലും ജയിച്ചാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യും. വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം. സർക്കിൾ മതി, സർക്കിളാണ് നല്ലത്. സാധാ മതി, സർക്കിൾ മതിയടാ. സർക്കിളിന് വോട്ട് കൂടറാ, സർക്കിള്. സാധാ മ്യൂസിക്കൽ ചെയറിന് വോട്ട് കൂടറാ. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് സർക്കിൾ മ്യൂസിക്കൽ ചെയർ സാധാ കളിക്കാൻ പോകണേ. അപ്പോൾ ഈ കളി നമ്മൾ ഫസ്റ്റ് തന്നെ തോറ്റാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടോ വീഡിയോ. ഫസ്റ്റ് നമ്മൾ തോൽക്കൂല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈസി വിൻ ഫാസ്റ്റ് ഗസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് 2 എത്തി. ടോപ്പ് 2 കണ്ട നമ്മളവിടെ ഡാൻസ് കളിക്കണ നോക്കി. ഗ്രീസ്മാൻ്റെ സെലിബ്രേഷൻ ഉണ്ട്. പോടി അവിടുന്ന് ഈ രൺവീപ്പന്മാർക്ക് എപ്പോഴും ഞാൻ ഇരിക്കണ സീറ്റിലാവും വന്ന് ഇരിക്കുക. ഓർക്ക് വേറെ എവിടെയും പോയിരുന്നില്ലേ? ഇതെപ്പം തന്നെ കണ്ടോ രൺവീപ്പന്മാർ ഞാൻ ഇരിക്കണ സീറ്റിൽ. ഇപ്രാവശ്യം നമ്മൾ ആ ഫസ്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കണം. ഇറ്റ്സ് മൈ ഈഗോ. പക്ഷെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഈ കളി പക്ഷേ കുറേ ആൾക്കാരുണ്ട്, കുറച്ച് ചെയറുള്ള മാതിരി നല്ല ഫീലാവുണ്ട്. കണ്ട ഈ രൺവീപ്പന്മാരുണ്ടോ ഞാൻ ഇരിക്കണം അതേ സീറ്റിലോ ഇരിക്കണേ. ഓൾ ഔട്ടായി. ഈ മ്യൂസിക് മാറ്റിക്കൂടെ? നമ്മളിപ്പോൾ പ്രൊഫഷണലായി, എന്താ മാറ്റാത്തത്? കുഴപ്പമില്ല ഗൈസ്. എങ്ങനെയാലും ആ സെക്കൻഡിൽ ഗ്രീസ്മാൻ്റെ സെലിബ്രേഷൻ ആയിട്ട് നിൽക്കണമെങ്കിൽ ഫസ്റ്റിൽ മെസ്സിൻ്റെ സെലിബ്രേഷൻ ആയിട്ട് നിൽക്കണം. നമ്മൾ അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കളി ജയിക്കണം. ഈ കളി ജയിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ റൗണ്ടിലാവും നമ്മൾ ഔട്ടാവാൻ തോന്നുന്നു എൻ്റെ ഊഹത്തിൽ. പക്ഷെ അത് തെറ്റായിരുന്നു ഊഹം.
ഈ റൗണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഈ റൗണ്ടും അടുത്ത റൗണ്ടും ഞാൻ തോൽക്കാൻ നല്ല സാധ്യതയുള്ള റൗണ്ടാണ്. ജയിക്കുന്നു വിചാരിക്കണേ. ഇതിൻ്റെ പാർട്ട് 1 ആണോ ഇത് പാർട്ട് ഞാൻ സംസാരിക്കുകയാണ്, എന്നാലും ഞാൻ ജയിക്കും. ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്തില്ലാണ്ടെങ്കിൽ പാർട്ട് 2 വരുന്നതല്ല. അതും ആരുടെ ഒപ്പം കളിക്കണം എന്നും കമൻറ്റ് ചെയ്താൽ ഓരൊപ്പം കളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് തന്നെ ഇതേമാതിരി തന്നെ ആവും. എങ്ങനെ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ വരുന്നതല്ല. ഞാൻ അപ്പോൾ തന്നെ സ്നേഹപൂർവ്വം വീണ്ടും വേറൊന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ 10 വണ്ണം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഗൈസ് ഇത് പോയി ജയിച്ചു. ഗൈസ് ടോപ്പ് 3 അല്ലാത്ത ടോപ്പ് 4 ഒക്കെ ഉണ്ട്. പറയണത് ഈ കളി നമ്മൾ പോകും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 3 പ്രാവശ്യം ടോപ്പ് 3-ലും എത്തി, ഒരു വട്ടം ടോപ്പ് 2-ലും എത്തി. അതിൻ്റെ അകത്ത് എന്താ ഈ കളി ടോപ്പ് 4-ന് ഔട്ട് ആവാനുള്ള സാധ്യത ഒക്കെ കൂടുതലും. ഗൈസ് പറഞ്ഞ വാക്കിന് വില വേണടാ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പാർട്ട് 2 ആണെന്ന് പറഞ്ഞാൽ പാർട്ട് 2 ഇതേമാതിരി കളിക്കും. ആരുടെ ഒപ്പം വേണമെന്ന് പറഞ്ഞാൽ ഓരൊപ്പം നമ്മൾ ഇത് കളിക്കണമാണ്. അപ്പോൾ കമൻറ്റ് ഫോർ പാർട്ട് 2 ആൻഡ് ബൈ ബൈ.